ഇന്നൊരു സൺഡേ മിനി വ്ളോഗാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് അല്ല, ഉച്ചയ്ക്ക്. എൻ്റെ രാവിലെ എന്ന് പറയുന്നത് നൈതികുട്ടൻ ജനിച്ച ശേഷം ഒരു 10 മണി 10:30 ആണ് കേട്ടോ. 11 മണി വരെയും അത് നീളാറുണ്ട്, 11:30 11:45 വരെയും നീണ്ടു പോകാറുണ്ട്. പക്ഷേ എനിക്ക് ലൈറ്റ് നൈറ്റ് എത്ര വേണമെങ്കിലും ഇരിക്കാൻ പറ്റും. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാസ്ക്കാണ് എനിക്ക്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ നിവൃത്തിയില്ലല്ലോ, അപ്പോൾ ലേറ്റ് നൈറ്റ് കിടക്കും, നേരത്തെ എഴുന്നേൽക്കും. നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് മാത്രം. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, വണ്ടി ഓടിച്ചാൽ ഞാൻ പോവാറ് കോളേജിൽ. തിരിച്ചു വരുന്ന സമയത്ത് ഈവനിങ് ആകുമ്പോൾ ഉറക്കം വന്നിട്ട് വണ്ടി എത്ര വട്ടം ഇടിക്കാൻ പോയിക്കണേന്നറിയോ. സോ അങ്ങനെ ഒരു കാലം കടന്നു പോയി എന്ന് ഇപ്പോൾ ആലോചിക്കാനേ പറ്റണില്ല കേട്ടോ, അതൊക്കെ എങ്ങനെ പഠിച്ചെടുത്തു എന്നുള്ളത്. എനിവേ, ഇന്നത്തെ സൺഡേ നമുക്ക് നല്ലൊരു കപ്പയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പൊളിച്ചപ്പോൾ തന്നെ കുരുവില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി. അപ്പോൾ എന്തായാലും ചേട്ടൻ പുറത്ത് പരിപാടിയാണ്. ഇതിൻ്റെ സ്നഗ്ഗി പരിപാടി ചേട്ടനാണ്. സ്നഗ്ഗി നമ്മളിങ്ങനെ കത്തിക്കാറില്ല, അതിങ്ങനെ ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്തിട്ട് കളയാ ചെയ്യാറ്. അപ്പോൾ ചേട്ടന് നേരെ കാണിക്കാനായിട്ട് കൊണ്ടു കൊടുത്തതാണ് കേട്ടോ അതായത് കുരുവില്ലാത്ത കപ്പയ്ക്കാന്നുള്ളത്. അതിനിടയിൽ നൈതികുട്ട് ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കിയതാണ് കേട്ടത്. അപ്പോൾ എന്തായാലും രണ്ടെണ്ണാക്കി സ്പ്ലിറ്റാക്കി, ഒരെണ്ണം ഫ്രിഡ്ജിൽ വയ്ക്കാനും ഒരെണ്ണം ഇപ്പം കഴിക്കാനും. അച്ഛൻ അവിടെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആള് വായനയുടെ മൂഡിലേക്ക് പോയിരിക്കുകയാണ്. നന്നായിട്ട് റീഡ് ചെയ്യുന്നൊരു മനുഷ്യനാണ്. അത്രയും അറിവുള്ളൊരു മനുഷ്യന് ഇങ്ങനെ ഒരു മോൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ചിന്ത. എന്തായാലും നൈതികുട്ടൻ്റെ ദോശപരിപാടിയിലേക്ക് അടുത്തത് കടന്നു. ഈ ദോശമാവ് കഴിച്ച് ഒരു കൊച്ചു മരിച്ചു എന്ന് പറഞ്ഞില്ലേ, അന്ന് തൊട്ട് എനിക്ക് ടെൻഷനായിരുന്നു ഇത് വാങ്ങാം. പിന്നെ നമുക്ക് മനസ്സിലായി എന്താ റീസൺ എന്നൊക്കെ. ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വസ്ത്രത്തിലേക്കുള്ള ഓണം കളക്ഷൻസ് എത്തിയിട്ടുണ്ട്. പുളിയിലക്കര സെറ്റുമുണ്ട്, കുറേ ടൈപ്പ് ഓഫ് അനദർ സെറ്റ് മുണ്ടുകൾ, മൾ കോട്ടൺ സാരീസ്, ഇതിൻ്റെയൊക്കെ ഷൂട്ടും പിക്ചേഴ്സൊക്കെ ഇനി എടുക്കണേ. അതൊക്കെ ആയിട്ട് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.